എല്ലാവർക്കും നമസ്കാരം. 2025 ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നടത്തിയ IMU കൗൺസിലിങ്ങിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് IMU വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേര് വരാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനിയും 2 അലോട്ട്മെൻറ്റ് ലിസ്റ്റുകൾ കൂടി വരുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. IMU അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേര് വന്നവർ 30,000 രൂപ കൊടുത്ത് സീറ്റ് കൺഫേം ചെയ്യുന്നതിൻ്റെ മുന്നേ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പേര് വന്നതിന് ശേഷം നിങ്ങൾക്ക് സീറ്റ് കൺഫേം ചെയ്യാനുള്ള 30,000 രൂപ അടയ്ക്കാനുള്ള അവസാനത്തെ തീയതി 16 ജൂൺ 2025 നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ കോളേജിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ബാക്കിയുള്ള പ്രോസസ്സൊക്കെ 18 തൊട്ട് 21 ജൂൺ 2025 കംപ്ലീറ്റ് ചെയ്യണം എന്നത് ഒരു റിക്വയർമെൻ്റ് ആണ്. ഇല്ലാത്ത പക്ഷം നിങ്ങളെ ഒരു ഡ്രോപ്പ് ഔട്ട് ആയിട്ട് കണക്കാക്കുന്നതാണ്. പോരാത്തതിന് നിങ്ങൾക്ക് ഈ വർഷത്തെ ബാക്കിയുള്ള കൗൺസിലിങ്ങിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേര് വന്നുകൊണ്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് അടച്ച 10,000 രൂപ ഇനി റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കില്ല. ഇനി മുന്നോട്ട് നടത്തുന്ന ഓരോ പേയ്മെൻറ്റുകളും റീഫണ്ടബിൾ അല്ലാത്ത എമൗണ്ടുകളാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. 16-ാം തീയതിക്കകം സീറ്റ് കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് 30,000 രൂപയാണ് പേ ചെയ്യേണ്ടത്. സീറ്റ് കൺഫേം ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സ്റ്റേജിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയാൽ നിങ്ങൾക്ക് ഈ ഒരു 30,000 രൂപ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ IMUവിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്രൈറ്റീരിയകളൊക്കെ നിങ്ങളൊന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ആ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സ്റ്റേജിൽ നിങ്ങൾ ഈ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നില്ല എന്ന് IMUവിന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 30,000 രൂപ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും IMUവിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൂടെ ഒന്ന് വായിച്ച് നോക്കുക. കോളേജിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു DG അപ്രൂവ്ഡ് ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 30,000 രൂപ കൊടുത്ത് സീറ്റ് കൺഫേം ചെയ്യുന്നതിൻ്റെ മുന്നേ DG അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് നിങ്ങൾ ഈ മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ മെഡിക്കലി എലിജിബിൾ അല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്ത 10,000 രൂപ മാത്രമേ നഷ്ടമാവുകയുള്ളൂ. അതേസമയത്ത് 30,000 രൂപയൊക്കെ കൊടുത്ത് സീറ്റ് കൺഫേം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 30,000 രൂപ കൂടെ നഷ്ടപ്പെടാവുന്നതാണ്. അതുകൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് അത് ക്ലിയർ ആയാൽ മാത്രം നിങ്ങൾ ഈ 30,000 രൂപ കൊടുത്ത് സീറ്റ് കൺഫേം ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിലെ 7 ജില്ലകളിലാണ് DG അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള DG അപ്രൂവ്ഡ് ഡോക്ടർ എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ലിസ്റ്റിൽ ഡോക്ടേഴ്സിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ ആ നമ്പറിലൊന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം പോകാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ഒരു രജിസ്ട്രേഷൻ്റെ സമയത്ത് ഗൂഗിൾ പേ വഴി പേയ്മെൻ്റ് ഒക്കെ നടത്തി അത് സക്സസ് ആവാതിരുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ബാങ്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ കാർഡ് വഴിയുള്ള പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ 30,000 രൂപ കൊടുത്ത് സീറ്റ് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ബാക്കിയുള്ള പ്രോസസ്സിനും കോളേജിൽ പോകുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസും അതേപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റും അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് 1,22,500 രൂപയാണ്. അതേപോലെ കോഷൻ ഡെപ്പോസിറ്റ് 30,000 രൂപയാണ്. ഈ 2 പേയ്മെൻറ്റും നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയാണ് പേ ചെയ്യേണ്ടത്. ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ ഇൻ ഫേവർ ഓഫ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി പേയബിൾ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിൻ്റെ ലൊക്കേഷനുമാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സെമസ്റ്റർ ഫീസും അതേപോലെ കോഷൻ ഡെപ്പോസിറ്റിൻ്റെയും ഈ ഒരു എമൗണ്ട് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിലാണോ കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് IMUവിനെ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. IMUവിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ID-യും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഈ ഒരു 1,52,500 രൂപ കോളേജിന് കൊടുക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്.
നിങ്ങൾക്കത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് 30,000 രൂപ കൊടുത്ത് സീറ്റ് കൺഫേം ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഫണ്ട് കൂടി നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ഒരു 30,000 രൂപ കൂടെ പോകുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിലുണ്ട്. നിങ്ങളെ സംശയങ്ങളൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ആ ഒരു ഗ്രൂപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.